അതായത് നോക്കടാ, ഒരു ബോഡി മാസ് m1, ഓക്കെ, ആ ബോഡി m2, അടുത്ത ബോഡി m2. ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് ഏതാണ്? സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് r ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു പറഞ്ഞ ഫസ്റ്റ് m1 m2 എന്ന് രണ്ട് മാസ് സെപ്പറേറ്റ് ചെയ്ത് r ഡിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് എങ്ങനെയാണ്? F ഈസ് ഈക്വൽ ടു g ഇൻറ്റു m1 m2 ബൈ r സ്ക്വയർ. ഓക്കെ, ഇതാണ് ഒരു ഫസ്റ്റത്തെ കേസ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു പറഞ്ഞുതരാം. ഓക്കെ, രണ്ടാമത്തെ ഇതേമാതിരിക്ക് സെയിം മാസ് m1 m2. ഓക്കെ, സെയിം മാസ് കേട്ടോ m1 m2. പക്ഷെങ്കിൽ ഓലെന്താ കാട്ടിയ അറിയോ? ഓല് ഈ m1 m2ൻ്റെയും സെയിം, പക്ഷേ ഡിസ്റ്റൻസ് അങ്ങോട്ട് നന്നായിട്ടാണ് കൂട്ടി. m2 ഡിസ്റ്റൻസ്, m2 സെയിം മാസം, പക്ഷേ ഡിസ്റ്റൻസ് എന്താണ്? നന്നായിട്ട് കൂട്ടി. പക്ഷേ എത്ര ഡിസ്റ്റൻസ് അറിയോ? 6 മടങ്ങാണ്. 6 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡിസ്റ്റൻസ് എന്തായിരുന്നു? സ്മോൾ ലെറ്റർ r. ആ സ്മോൾ ലെറ്റർ rൻ്റെ എത്ര മടങ്ങാണ്? 6 ടൈംസ് ആണ്. 6r. ഫസ്റ്റ് എത്രയായിരുന്നു? സ്മോൾ ലെറ്റർ r. അപ്പോൾ അപ്പോൾ അത് എത്രയാണ്? 6 മടങ്ങ്. അപ്പോൾ നമുക്ക് എങ്ങനെ? F ഈസ് ഈക്വൽ ടു g ഇൻറ്റു m1 m2 ബൈ എത്ര? r സ്ക്വയർ. ഇപ്പോൾ അത് r എത്രയാണ്? 6r ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതേമാതിരി ബാക്കി g ഈക്വൽ ടു m1 m2 അതായിരിക്കും, ഒന്നും മാറ്റണ്ട. പക്ഷേ ആറിൻ്റെ സ്ക്വയർ എത്ര? 36. പിന്നെ ഈ ഒരു ആറിൻ്റെ ഇപ്പോൾ ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ നമ്മളെങ്ങനെ സ്ക്വയർ എടുക്കുക? 6ൻ്റെ സ്ക്വയർ എത്ര? 36. ഓക്കെ, പിന്നെ ഈ ആറിൻ്റെ സ്ക്വയർ എത്ര? 6ൻ്റെ സ്ക്വയർ തന്നെ, അതായിരിക്കും ഇട്ട് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. സ്ക്വയർ കേട്ടോ, അതായിരിക്കും ഇട്ട് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ F ഈസ് ഈക്വൽ g m1 m2 ഡിവൈഡ് ബൈ 36 r സ്ക്വയർ. ഓക്കെ അല്ലേ? ഇതാണ് ആ ക്വസ്റ്റ്യൻ പറഞ്ഞത്.